എന്നാ താമസിക്കണ്ടെന്ന് പറയൂ ഗീതോട്. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല. പ്രസവത്തിനാണെങ്കിലും അവളോട് ഇന്ന് പോവാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല ദൂരവും കൂടുതലല്ലേ. ഇന്നത്തെ കാലത്ത് ദൂരെ ഒരു പ്രശ്നമാണോ? ഹേ, നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്. അതല്ലേ ഞാൻ ആലോചിക്കുന്നേ. പ്രസവം ഇവിടെ ആക്കിയാൽ എന്താ? അവിടെ ഗീതയുടെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെ ആകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്. എന്ന് വെച്ച് നാട്ടുനടപ്പ് നടത്തണ്ടാന്നാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനും ഉണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. അയ്യോ, അതല്ല പറഞ്ഞത്. അത് തന്നെയാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ അയ്യോ. ഞാൻ വരുന്നേ. അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലേ ചൂടനാ. ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല നിനക്ക് ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് റെഡിയാവോ, ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്തിയാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം. ദേഹം അനങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. മോളതൊന്നും കേക്കണ്ട. ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവാ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ആ ഗോപു, ഇത്തവണ പരീക്ഷാഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം. അല്ലെങ്കിലും എന്റെ പരീക്ഷ ഫലം അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ? അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും. പറ്റും. അച്ഛാ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിൽ രാസനാഥപ്പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലേ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ. മോള് സമയമാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോൾ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ അച്ഛനൊന്നും പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ. അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കേലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം. അതൊക്കെ അമ്മ നോക്കിക്കോളാം. വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ. ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ? ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കുള്ളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാവുമ്പോൾ 10 രൂപ നിൽക്കും. ബാബാ, 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. സൂട്ടിച്ചായ കയറ, സാരി ഒന്നും കുത്തിക്കരുത്. അപ്പൊ പൈസയുടെ കാര്യോ? ആള് കയറട്ടോ. ഒരു ഓട്ടോ കൂടെ വേണ്ടി വരുമോ? എന്തിന്? ഇനിയും കയറില്ല, 7 എണ്ണം വേണമെങ്കിൽ. അമ്മേ ഭഗവതി. അച്ഛാ, നാളെ ഞാൻ വരും. രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ? കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണം. ഇത്ര നാളെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കെ ഒന്ന് ചിരിക്കാൻ പാടില്ല, പുറത്താരോടും മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ അറിയാൻ വയ്യാത്തവരാവൊന്നും തുടണ്ടാന്ന്. എന്താ ഞാനിതൊന്നും കണ്ടിട്ടില്ലേ? അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങ് സഹിക്കുക. വേണ്ട, ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നൊന്നുമല്ലല്ലോ. എനിക്കും വീട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല. വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം. അതാണല്ലോ ആവശ്യം. ഇവിടെ കാലുകുത്തി അന്ന് മുതൽ കേട്ട് തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോര് ഞാൻ കണ്ടിട്ടില്ല. കൂടുതൽ സംസാരിക്കണ്ട. ഇന്നലെ കയറി വന്ന നീയെ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീയെ. രാജാവ് പറഞ്ഞു, ധർമ്മിഷ്ഠൻ മുനിരാജാവിനാൽ ശപിക്കപ്പെട്ടതെന്തിന്? നടുവകത്തെ അയലിന്മേൽ വെള്ളത്തുണി ഞാത്തിയിടും. പഞ്ഞി കൊണ്ട് മീശയും താടിയും വെക്കും. നിഴൽ നാടകം. അമ്മയാണ് എന്നും കാഴ്ചക്കാരി. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോൾ കാലുവന്ത് വയലിലെ വെള്ളരിപ്പന്തലിലേക്ക് അരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സാധിക്കില്ല. ഇത്രയും കാലം അഭിനയിച്ച ഏട്ടൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. നേട്ടോ അത് തന്നെ. ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കേണ്ടെന്നാണോ? ഞാൻ മുരളിയേട്ടനോട് പറയാം.
എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള സഹായം അല്ലേ? എനിക്ക് സൗകര്യമില്ല. ഒരു നാടക നടന്റെ ഭാര്യയായിട്ടാണ് നീ ഈ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇന്ദു ഇന്ദു അവിടെ നിൽക്കാൻ. ഇന്ദു ഇന്ദു ദാ പ്രേമനോട് വഴക്കിട്ട് പോന്നു. ഒന്ന് വിളിച്ചേ. ഇന്ദു ഇവിടെ ഇതൊക്കെ യുവതലമുറയുടെ പ്രശ്നങ്ങളാ, നമ്മൾ ഇടപെടണ്ട. ശ്ശോ, എന്നാ ഈ അകത്ത് ഒരു ചായ എടുക്ക്. ചെല്ല്. എന്താ മോളെ ഒറ്റയ്ക്ക്? അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാനങ്ങോട്ട് വലിഞ്ഞേറി ചെന്നൊന്നുമല്ലല്ലോ. എന്നെ എന്റെ വീട്ടുകാരും കൊച്ചാക്കാൻ ആ തള്ളയുടെ ഭാവം. അതിന് വേറെ ആളെ നോക്കണം. ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറയുന്നത് എനിക്കും ആളുണ്ട്, കയറി കിടക്കാൻ സ്ഥലമുണ്ടെന്ന്. അമ്മയ്ക്ക് മോനും വരച്ച വരയിൽ നിർത്താൻ എന്നെ പോലുള്ള പെമ്പിളേരെ ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ആരും അന്വേഷിച്ചു വന്നാ പറഞ്ഞേക്ക്. ഇതെന്താ? ഇതും യുവതലമുറയുടെ പ്രശ്നമാ, നമ്മൾ ഇടപെടണ്ട. പൊയ്ക്കോ. എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ? പ്രേമനോടെ? എന്താ ഇവിടെ വഴക്കിട്ട് വന്നിരിക്കുകയാണോ? ആ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്ന് തോന്നി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രേമനോട് പറഞ്ഞാ പോരെ? പ്രശ്നം തന്നെ പ്രേമേട്ടനാണെങ്കിലോ? അപ്പൊ പിന്നെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയണം. അതുകൊണ്ട് എങ്ങോട്ട് പോന്ന്? അയ്യോ, അതിന് ഇങ്ങോട്ടാണോ പോരേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് മറ്റുള്ളവർക്ക് സ്ഥാനമുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയേണ്ടത്, അവരെയാണ് അനുസരിക്കേണ്ടത്. അപ്പൊ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കടമയും തീർന്നോ? തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുരളി, അമ്മ ഒന്നും പറയണ്ട. ഇവൾക്ക് മാത്രമല്ല, പല പെൺകുട്ടികൾക്കുള്ള അസുഖമാണ്. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് ഭർത്താവുമായി പിണങ്ങുക, ആ വീട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കുക, എന്നിട്ട് പെട്ടിയും തൂക്കി നേരെയും പോരുക. സ്വന്തം വീടും ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമാണ്. അതിന് വളം വെച്ചു കൊടുത്താൽ പിന്നെ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. എന്തു പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും. തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവും. എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് അമ്മയ്ക്കറിയോ? അതൊന്നും അമ്മ അറിയേണ്ട കാര്യമല്ല. പ്രേമനെ അവന്റെ കുടുംബത്തിനെ ഞങ്ങൾ അറിയാത്തൊന്നും അല്ലല്ലോ. വെറുതെ ചീപ്പ് സെന്റിമെന്റ്സ് കളിച്ച് സമയം കളയാതെ എന്റെ മോള് പോവാൻ നോക്ക്. ചേട്ടൻ ഇത്രയ്ക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പൊ മനസ്സിലായല്ലോ. നേരം കളയാച്ചല്ലേ. ഏതായാലും വന്ന നിലയ്ക്ക് മോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അമ്മ അതിനൊക്കെ ഇനിയും നേരമുണ്ടല്ലോ. അവള് പോയാലും ഇടയ്ക്ക് പ്രേമനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. വാ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കാം. വാ. അങ്ങനെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടം വരെ വന്ന എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയാം. മോളെ, പ്രേമനോ? ഞാൻ ഇവളെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു പോയിക്കോ. അമ്മേ, ദേ ഇത്രേ ഉള്ളു കാര്യം. ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ. കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. അവള് പാവാ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ടാവും. കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ലതാണ്.